നമ്മുടെ ഷിരൂരിലെ ന്യൂസ് ഒക്കെ കേട്ടുല്ലോ. അർജുൻ എന്ന് പറയുന്ന ഒരാളെ മണ്ണിനടിയിൽ പോയിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുല്ലോ, ന്യൂസ് കേട്ടുല്ലോ. എന്താ അത് കേട്ടപ്പോ തോന്നിയത് എന്താ? எனக்கு தோணுனது என்ன, ரொம்ப ஆழ்ந்த வருத்தங்கள் தான். நம்ம சேஃப்டியாக இருந்திருக்கணும் அந்த இடத்துல. சரி, இது வந்து விபத்து வந்து எப்போ வேணாலும் நடக்கலாம். ஆனால் அதுக்கு உண்டானது வந்து கவர்மெண்ட் கொஞ்சம் ஸ்டெப் எடுத்து பார்க்கணும். നിങ്ങൾക്ക് ഒട്ടും ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ ഈ ഒരു ഫീൽഡിൽ അല്ലേ? எதுவும் கிடையாது. செக்யூரிட்டி வந்து அப்படின்னு மோட்டாரில் பொறுத்த வரைக்கும் எதுவுமே கிடையாது. ഈ ന്യൂസ് എപ്പോഴാണ് കേട്ടത്? நான் கேட்டு இப்போ ஒரு வாரத்துக்கு முன்னாடி ஆயிடுச்சு, ஒரு 10 days இருக்கு. അപ്പോഴാണ് കേട്ടത് അല്ലേ? ஆமாம், எல்லாமே சோசியல் மீடியாவில் வந்துருச்சு. வாட்ஸ்அப்பு, യൂട്യൂബ് எல்லாமே வந்துருச்சு. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ അല്ലേ? கிடைக்கணும், கிடைச்சாதானே நம்மளுக்கு ஒரு திருப்பி வரணும் அவர். യാദൃശികമായിട്ട് സംഭവിച്ചൊരു കണ്ടുമുട്ടലായിരുന്നു കേട്ടോ അത്. ഇവരാണെങ്കിൽ നമ്മുടെ അർജുൻ്റെ കേസ് ചിലവർ അറിഞ്ഞിട്ടുമില്ല, ചിലവർക്ക് കുറച്ചറിയാം, ചിലവർക്ക് പൂർണ്ണമായിട്ടും ഒന്നും അറിയ പോലും ഇല്ല. കാരണം അവരാരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. അവർ ജോലിക്കിടയിലാണ്, വളയം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം.